ബജറ്റ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം 12 ലക്ഷം രൂപക്ക് താഴെ വരുമാനമുള്ളവർക്ക് ടാക്സ് അടക്കണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെങ്കിലും അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പ്രത്യക്ഷത്തിൽ 12 ലക്ഷം രൂപയിൽ താഴെ ശമ്പളമൊക്കെ വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ബെനിഫിഷ്യൽ ആണ്. പക്ഷേ അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് വേർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തും ചെറിയ ചെറിയ ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു 10 കോടി താഴെയുള്ള റിട്ടേൺസ് ആണ്, ഇൻകം ടാക്സ് റിട്ടേൺസ് ആണ് ഫയൽ ചെയ്യപ്പെടുന്നത്. അതിൽ തന്നെ ഏകദേശം 5 കോടിയോളം ആൾക്കാർ ടാക്സ് ഒന്നും പേ ചെയ്യാതെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഒരു 50% ആൾക്കാർ മാത്രമേ എന്തെങ്കിലുമൊക്കെ ടാക്സ് അടക്കുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് പറയാം. എത്ര ആൾക്കാർ റിട്ടേൺ ഫയൽ ചെയ്തു, എത്ര ടാക്സ് എമൗണ്ട് കിട്ടി എന്നുള്ള കാര്യം ഞാൻ പറയാം. പക്ഷേ വരുമാന ഭേദമന്യേ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനം GST ആണ്. ഈ GST നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ജനങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ അനലൈസ് ചെയ്യാൻ. അപ്പോൾ വരുമാനമുള്ളവർക്കും വരുമാനമില്ലാത്തവർക്കും താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ 12, 18, 28% ഒക്കെ എന്ത് ചെയ്യണം, GST അടക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ശരിക്കും നമ്മളെ ഭയപ്പെടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ GSTന്റെ റേറ്റ് എങ്ങനെ കുറപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ കയ്യിൽ ചെലവാക്കാൻ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ചെലവാക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിലുണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ സേവനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിക്കും. ഇത് സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് 12, 18% എക്സ്ട്രാ നമ്മൾ ഗവൺമെന്റിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കൂടുതൽ കറൻസി ഉണ്ടാകുമ്പം അത് സ്പെൻഡ് ചെയ്യുന്ന വഴി സർക്കാരിന് കൂടുതൽ ടാക്സ് കിട്ടും എന്നുള്ളതാണ് ഒരു കണക്ഷൻ, അതിൻ്റെ റിലേറ്റീവായിട്ടുള്ളൊരു പോയിന്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ജീവിക്കാൻ വേണ്ട കാര്യം ഫുഡാണ്. ഫുഡ് പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ 5 മുതൽ 18% വരെ ടാക്സ് ഉണ്ട് നിലവിൽ. അപ്പോൾ അതൊരു കാര്യം. 2, ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം നമ്മുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് 18% എഡ്യൂക്കേഷണൽ സർവീസിന് ടാക്സ് റേറ്റ് 18%. അതായത് ഒരു 10,000 രൂപ ഫീസ് അടക്കുന്നുണ്ടെങ്കിൽ 1,800 രൂപ നമ്മൾ എന്ത് ചെയ്യണം, സർവീസ് ടാക്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യം. ഇനി നമുക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഈ രോഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസിന്റെ പ്രീമിയത്തിന് നമ്മൾ 18% GST കൊടുക്കണം. ഇനി എന്തെങ്കിലും അസുഖം വന്ന് ഡോക്ടറെ കാണിക്കുന്നതിന് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ചാർജിന് GST ഇല്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാലും ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാലും അതിനും 5 മുതൽ 18% വരെ പല സാധനങ്ങൾക്കും എന്തുണ്ട്, GST ഉണ്ട്. ഇനി അത്യാവശ്യം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ വാഹനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കാറൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കാറിന്റെ GST റേറ്റ് 28%. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ ഒരു കാറ് വാങ്ങിക്കുമ്പോൾ 28%, 2,80,000 രൂപ നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നോക്കുക. ഇനി നമ്മൾ സോഷ്യലൈസിങ്ങിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ക്ലബിലോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ കൊടുക്കുന്ന മെമ്പർഷിപ്പ് ഫീസിന്റെ മുകളിലും 18% എന്തുണ്ട്, GST ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന്, ഞാൻ വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇന്നത്തെ കാലത്ത് ഒഴിവാക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട സാധനമാണ് ഇന്റർനെറ്റ് കണക്ഷനും മൊബൈലും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ. കമ്പ്യൂട്ടറിന് 18% GST, ലാപ്ടോപ്പിന് 18% GST, മൊബൈൽ ഫോണിനും 18% GST, അത് ചാർജ് ചെയ്യുമ്പോൾ അതിനും 18% GST. ഇന്റർനെറ്റ് കണക്ഷൻ ബ്രോഡ്ബാൻഡോ മറ്റോ കണക്ഷൻ വലിച്ചു കഴിഞ്ഞാൽ അതിനും 18% GST. ഇനി കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഓൺലൈനിൽ ഉണ്ടെങ്കിലും ഇന്റർനെറ്റും കാര്യങ്ങളും ഇല്ലാണ്ട് നടക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം അതിനും നമ്മൾ എന്ത് ചെയ്യണം, 18% GST കൊടുക്കണം. അപ്പം നമ്മൾ നിലവിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് അടച്ചേ പറ്റൂ, GST എന്നും പറഞ്ഞൊരു പെർസെൻറ്റേജ് അടച്ചുകൊണ്ടിരുന്നേ പറ്റൂ. അതും 5, 10% അല്ല, പലതിനും 18%. എന്ന് പറഞ്ഞാൽ 100 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ 18 രൂപ എക്സ്ട്രാ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് വഴി GST വഴി സർക്കാരിന് ഒരുപാട് പണം എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ഇൻകം ടാക്സ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ആവശ്യമുള്ള ഫണ്ട് പല ആൾക്കാർ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് TDS എന്ന് പറഞ്ഞിട്ട് എല്ലാ മാസവും സർക്കാരിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് കിട്ടുന്നുണ്ട്. ആ ഫണ്ടിൽ കുറേ ആൾക്കാർ എന്ത് ചെയ്യും, ഈ വരുമാന പരിധിക്കകത്ത് നിന്ന് കാണിച്ചിട്ട് അതിൻ്റെ റീഫണ്ട് കളക്ട് ചെയ്യും. പക്ഷേ സർക്കാരിൻ്റെ കയ്യിൽ എല്ലാ മാസവും ആ കോടിക്കണക്കിന് ജനങ്ങളുടെ TDS എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്യുന്നുണ്ട്, സർക്കാരിന് കയ്യിൽ കിട്ടുന്നുണ്ട്. അതൊരു വർഷം കഴിഞ്ഞ് അടുത്ത ജൂലൈ ആകുമ്പോഴേക്കാണ് അതിൻ്റെ റീഫണ്ടും കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ റീഫണ്ട് ഇനത്തിൽ
ആ സമയത്ത് കൊടുത്താൽ മതി. അപ്പോഴേക്ക് ആ ഒരു പീരീഡിലേക്കുള്ള അഡ്വാൻസ് ടാക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, വരും. പിന്നെ ശമ്പളക്കാരെ സംബന്ധിച്ചാണ് ഞാനൊരു ബെനിഫിറ്റ് പറഞ്ഞത്. പക്ഷേ 3 ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ആൾക്കാർ TDSന്റെ പ്രൊവിഷൻ അപ്ലിക്കബിൾ ആണെങ്കിൽ എല്ലാ മാസവും ശമ്പളം കൊടുക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യും, ടാക്സ് കട്ട് ചെയ്തിട്ട് ബാക്കി മാത്രമേ ശമ്പളക്കാർക്ക് കൊടുക്കുകയുള്ളൂ. അവർ വർഷാവർഷം എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ വരുമാന പരിധിക്കകത്താണ് അവർക്ക് വരുമാനമെങ്കിൽ ഈ TDS ആയിട്ട് അടച്ച പൈസ റീഫണ്ട് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൂടുതൽ പണം കയ്യിൽ കിട്ടും, കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട്. സ്പെൻഡിങ്ങിനുള്ള ക്യാഷ് ഫ്ലോ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ സ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ ഇൻഡയറക്ട്ലി ഏകദേശം ഒരു ആവറേജ് 12-18% എന്ത് ചെയ്യും, സർക്കാരിലേക്ക് പൈസ പോയിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ ഈ ബജറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്രഖ്യാപനത്തിന് വേറൊരു സൈഡ് എഫക്റ്റും കൂടിയുണ്ട്. നിലവിൽ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ലൈഫ് ഇൻഷുറൻസ്, മറ്റുള്ള ഈ സേവിങ്സ് പ്ലാൻ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, ഫണ്ട് അലോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഡിഡക്ഷൻ ഇനി ഈ പുതിയ റേറ്റ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഡക്ഷൻ കിട്ടില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു സേവിങ്സ് ഹാബിറ്റും കൂടി എന്ത് ചെയ്യും, കുറയും. അങ്ങനെയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ ബജറ്റ് എത്രത്തോളം ഗുണപരമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക, ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്ത വീഡിയോ എന്ത് ചെയ്യുക, കാണുക. ഇനി ഇൻകം ടാക്സിൻ്റെ ഈ ബജറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് കച്ചവടക്കാർക്കും ജനങ്ങൾക്കൊക്കെ എന്താണ് മെച്ചം, അത് തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും.